ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അക്രമികൾക്ക് കടുത്ത ശിക്ഷ ലഭിക്കുന്ന തരത്തിൽ ജുവനൈൽ നിയമം ഭേദഗതി ചെയ്യണമെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.ടി. രമേശ്. ജയിലുകളിൽ തടവുകാരുടെ ബാഹുല്യം മൂലം മനുഷ്യാവകാശ ലംഘനം നടക്കുകയാണെന്ന് ആർ.ജെ.ഡി. സംസ്ഥാന സെക്രട്ടറി കെ. ലോഹ്യ. പെരുമണ്ണയിൽ റെഡിമെയ്ഡ് കടയിൽ നിന്നും MDMA കണ്ടെടുത്തു. അവിവ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയുടെ തൊഴിലാളി ദ്രോഹ നയങ്ങൾ അവസാനിപ്പിക്കണമെന്ന് തൊഴിലാളി സംഘടന. ഡോക്ടർ എൻ രാധാകൃഷ്ണന്റെ ഗാന്ധിയൻ വിദ്യാഭ്യാസ ചിന്തകൾ പുസ്തകം പ്രകാശനം ചെയ്തു. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന വിദ്യാർത്ഥികളുടെ സംഘടിത ആക്രമണങ്ങൾക്കും ക്രിമിനൽ മനോഭാവത്തിനും തടയിടാൻ അക്രമകാരികൾക്ക് ജാമ്യം ലഭിക്കാത്തതും കടുത്ത ശിക്ഷ ലഭിക്കുന്നതുമായ തരത്തിൽ ജുവനൈൽ നിയമം ഭേദഗതി ചെയ്യണമെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.ടി. രമേശ് താമരശ്ശേരിയിൽ കൊല്ലപ്പെട്ട ഷഹബാസിന്റെ രക്ഷിതാക്കളെ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗുരുതരമായ കുറ്റകൃത്യം ചെയ്തവർക്ക് പ്രായപൂർത്തിയാകാത്തതിന്റെ പേരിൽ എളുപ്പത്തിൽ ജാമ്യം ലഭിക്കുന്നത് ഏത് കുറ്റകൃത്യം ചെയ്താലും പുറത്തിറങ്ങാനാകുമെന്ന ചിന്ത വളർത്തുമെന്നും അത് അവരുടെ കുറ്റവാസനയ്ക്ക് കൂടുതൽ പ്രേരണ നൽകുമെന്നും എം.ടി. രമേശ് പറഞ്ഞു. ഷഹബാസിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന പിതാവിന്റെയും ബന്ധുക്കളുടെയും ആരോപണം ഗൗരവമുള്ളതാണ്. പ്രതികളുടെ രക്ഷിതാക്കളിൽ പലരുടെയും ക്രിമിനൽ ബന്ധവും ഉന്നത രാഷ്ട്രീയ ബന്ധവും അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണം. സത്യസന്ധമായ അന്വേഷണം നടത്തി മുഴുവൻ കുറ്റവാളികളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും എം.ടി. രമേശ് താമരശ്ശേരിയിൽ ആവശ്യപ്പെട്ടു. വിദ്യാർത്ഥികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മുഹമ്മദ് ഷഹബാസിന്റെ ചുങ്കം പാലോറക്കുന്നിലെ വസതിയിൽ എത്തിയ രമേശ് പിതാവിനെയും ബന്ധുക്കളെയും ആശ്വസിപ്പിച്ചു. ബിജെപി മുൻ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി.കെ. സജീവൻ, സംസ്ഥാന കമ്മിറ്റി അംഗം ഗിരീഷ് തേവള്ളി, മുതിർന്ന നേതാവ് കെ. പ്രഭാകരൻ നമ്പ്യാർ, ടി. ചക്രായുധൻ, പി.സി. പ്രമോദ്, മനോജ് വേണാടി തുടങ്ങിയവരും അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, താമരശ്ശേരി. ജയിലുകളിൽ തടവുകാരുടെ ബാഹുല്യം മൂലം ജയിൽ ജീവിതം മനുഷ്യാവകാശ ലംഘനമാവുകയാണെന്ന് ആർ.ജെ.ഡി. സംസ്ഥാന സെക്രട്ടറി കെ. ലോഹ്യ. ഇക്കാര്യത്തിൽ സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. നമുക്ക് അത്യന്താപേക്ഷിതമായ പ്രാഥമിക ആവശ്യങ്ങൾ, പ്രത്യേകിച്ച് ടോയ്ലറ്റിൽ പോക്ക്, ആ ശൗചാലയങ്ങളുടെ കാര്യത്തിൽ, അവയിൽ വെള്ളം ലഭ്യമാക്കുന്ന കാര്യത്തിലുള്ള വീഴ്ച, അത് വളരെ പ്രയാസം തന്നെയാണ്. അത് പറയാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ചൂട് കാലത്ത് കുളിക്കൽ നിർബന്ധമാണ്. കുളിക്കാൻ വെള്ളം കിട്ടുന്നില്ല. അതിനൊക്കെ ഏറ്റവും പ്രധാനം അവിടുത്തെ എണ്ണം തന്നെയാണ്. ഒരു എവിടെയായാലും ഉൾക്കൊള്ളാൻ കഴിയുന്നതിലധികം ഉണ്ടായാൽ ഉണ്ടാകുന്ന പ്രയാസം നമുക്കറിയാലോ. ഒരു മാടുകളെ വാഹനത്തിൽ കൂട്ടത്തോടെ കയറ്റിക്കൊണ്ടുപോയാൽ മാധ്യമപ്രവർത്തകർ അതിന്റെ ഫോട്ടോ എടുത്ത് വലിയ വാർത്ത വരാറുണ്ട്. എന്നാൽ ഈ ജയിലുകളിൽ, കോഴിക്കോട് ജില്ലാ ജയിലിൽ 18 സെല്ല് ഓരോരുത്തർക്ക് താമസിക്കാൻ കിടക്കാൻ സാധിക്കുന്ന രീതിയിലുള്ളതാണ്. അത് ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ളതാണ്. ആ സെല്ലുകളിൽ 5 മുതൽ 8 വരെ ആളുകൾ ഇപ്പോഴുണ്ട്. കുറച്ചുകൂടി വലിപ്പമുള്ള സെല്ല്, ഒരു 8, 7, 8, 9 ആൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന സെല്ല് 20-25 ആളുകളെ അട്ടിക്കിട്ട് അവിടെ നിർത്തുകയാണ്. ജയിലുകളിൽ ഉൾക്കൊള്ളാവുന്നതിന്റെ ഇരട്ടിയിലധികം തടവുകാരാണ് ഇപ്പോൾ ഉള്ളതെന്നും സെൻട്രൽ ജയിലിലും ജില്ലാ ജയിലിലും സബ് ജയിലുകളിലും ഈ ബാഹുല്യമുണ്ടെന്നും ആർ.ജെ.ഡി. സംസ്ഥാന സെക്രട്ടറി കെ. ലോഹ്യ പറഞ്ഞു. ഇതുമൂലം പ്രാഥമിക സൗകര്യം പോലും തടവുകാർക്ക് ലഭിക്കുന്നില്ല. ഇത് മനുഷ്യാവകാശ ലംഘനമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.
ജയിൽ മാനുവൽ പരിഷ്കരണത്തിലും ജയിൽ നവീകരണത്തിലും അടിയന്തര പ്രാധാന്യം നൽകി ജയിലുകളെ ആധുനികവൽക്കരിക്കാൻ ആവശ്യമായ നടപടികൾ ഉണ്ടാവണമെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. വാർത്താസമ്മേളനത്തിൽ കോഴിക്കോട് ജില്ലാ ഭാരവാഹികളായ KN അനിൽകുമാർ, ഉമേഷ് അരങ്ങിൽ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പെരുമണ്ണയിൽ റെഡിമെയ്ഡ് കടയിൽ നിന്നും MDMA കണ്ടെടുത്തു. കട കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് വിൽപ്പന നടത്തിവരുന്നതായി വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് 6 കിലോ 680 ഗ്രാം ലഹരി കണ്ടെടുത്തത്. പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പെരുമണ്ണയിൽ പ്രവർത്തിക്കുന്ന റെഡിമെയ്ഡ് കട കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് വിൽപ്പന നടത്തിവരുന്നതായി രഹസ്യവിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പന്തീരാങ്കാവ് പോലീസ് പരിശോധന നടത്തിയത്. പരിശോധനയിൽ 3 പേരിൽ നിന്നായി 6 കിലോ 680 ഗ്രാം MDMA കണ്ടെടുത്തു. പ്രതികളിൽ ഒരാൾ മുൻപും മയക്കുമരുന്ന് കേസിൽ പ്രതിയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. യുവാക്കൾക്കിടയിൽ വിൽപ്പനയ്ക്ക് വേണ്ടിയാണ് ഇവർ മയക്കുമരുന്ന് സൂക്ഷിച്ചത്. ശീതളപാനീയത്തിൽ ലഹരി ചേർത്ത് നൽകുന്നതായും രഹസ്യ വിവരം പോലീസിന് ലഭിച്ചിരുന്നു. ഇത് സംബന്ധിച്ച് കടയിൽ പരിശോധന നടത്തിയതിൽ നിരവധി ശീതളപാനീയങ്ങളുടെ ബോട്ടിലുകളും കണ്ടെടുത്തു. ഇതു സംബന്ധിച്ച് പോലീസ് കൂടുതൽ അന്വേഷണം നടത്തും. പ്രതികളെ ഉടൻ കോടതിയിൽ ഹാജരാക്കുമെന്നും പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഡോക്ടർ N രാധാകൃഷ്ണന്റെ ഗാന്ധിയൻ വിദ്യാഭ്യാസ ചിന്തകൾ എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചു. പുസ്തക പ്രകാശനം കവി PK ഗോപി നിർവഹിച്ചു. മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ PV ചന്ദ്രൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ N രാധാകൃഷ്ണന്റെ ഗാന്ധിയൻ വിദ്യാഭ്യാസ ചിന്തകൾ എന്ന പേരിൽ ഡോക്ടർ C പ്രദീപ് എഡിറ്റ് ചെയ്ത് ഗാന്ധി മീഡിയ ഫൗണ്ടേഷനും പൂർണ്ണ പബ്ലിക്കേഷനും സംയുക്തമായി പ്രസിദ്ധീകരിച്ച പുസ്തകത്തിന്റെ പ്രകാശനവും ചർച്ചയും ഗാന്ധിഗൃഹത്തിൽ നടന്നു. മാതൃഭൂമി ഡയറക്ടർ ബോർഡ് ചെയർമാൻ PV ചന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കവി PK ഗോപിയിൽ നിന്നും കോഴിക്കോട് യൂണിവേഴ്സിറ്റി ഗാന്ധി ചെയർമാൻ RS പണിക്കർ ആദ്യ കോപ്പി ഏറ്റുവാങ്ങി. കേരള മദ്യനിരോധന സമിതി സംസ്ഥാന സംയോജകൻ പ്രൊഫസർ TM രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സർവോപരി വളരെ ജനകീയനായിരിക്കുന്നു. പക്ഷേ 2 നൂറ്റാണ്ടുകളായി അദ്ദേഹത്തിന്റെ കുടുംബം കോഴിക്കോടിന്റെ ചരിത്രത്തിൽ വലിയ നാഴികക്കല്ലുകളായി മാറിയിട്ടുള്ള ആളുകളാണ്. മാത്രമല്ല വളരെ ജനകീയമായൊരു സമീപനം. ചന്ദ്രന് ഒരു ജനകീയ മനസ്സാണുള്ളത്. അതിൽ ഞാൻ അഭിമാനിക്കുകയും അദ്ദേഹത്തെ പ്രത്യേകം അഭിനന്ദിക്കുകയും ചെയ്യാൻ ഈ അധ്യക്ഷ പ്രസംഗം ഉപയോഗപ്പെടുത്തുകയാണ്. കേരള മദ്യനിരോധന സമിതി സംസ്ഥാന പ്രസിഡന്റ് ഇയച്ചേരി കുഞ്ഞികൃഷ്ണൻ പുസ്തകം പരിചയപ്പെടുത്തി. TKA അസീസ്, പ്രൊഫസർ OJ ചിന്നമ്മ, VP ശ്രീധരൻ മാസ്റ്റർ, രഞ്ജിത്ത് സർക്കാർ, ഡോക്ടർ MC സൗമ്യ, പൊയിലിൽ കൃഷ്ണൻ എന്നിവരും സംസാരിച്ചു. ഡോക്ടർ N രാധാകൃഷ്ണൻ മറുപടി പ്രസംഗം നടത്തി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അവിവ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയുടെ തൊഴിലാളി ദ്രോഹ നയങ്ങൾ അവസാനിപ്പിക്കണമെന്ന് തൊഴിലാളി സംഘടന. കേരളത്തിൽ കമ്പനി ശാഖകൾ അടച്ചുപൂട്ടിയതിനാൽ കസ്റ്റമേഴ്സിന് പോളിസി പുതുക്കാനും കവറേജ് നഷ്ടമാകാതിരിക്കാനുമുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ആ ഇൻഷുറൻസ് മേഖല ഇന്ന് കേരളത്തിൽ ഒരു ബ്രാഞ്ച് പ്രവർത്തിക്കുന്നില്ല. 2024 തെരഞ്ഞെടുപ്പിന്, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് അവിടുത്തെ ജീവനക്കാരെ മുഴുവൻ കേരളത്തിന് പുറത്ത്, വിശിഷ്യ പ്രത്യേകിച്ച് സ്ത്രീ ജീവനക്കാരെ ആസാമിലേക്കും പഞ്ചാബിലേക്കും ഡൽഹിയിലേക്കും UPയിലേക്കും ട്രാൻസ്ഫർ ചെയ്തു. മുഴുവൻ അവിടെ പ്രവർത്തിക്കുന്ന ബാക്കി എല്ലാ ജീവനക്കാരെയും ഇവരുടെമാതിരി കേരളത്തിന് പുറത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തു.
വളരെ തുച്ഛമായ വേതനം കിട്ടുന്ന ഈ ജീവനക്കാർ, ആ ജീവനക്കാരെ യാതൊരു മാനദണ്ഡവുമില്ലാതെ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുക മാത്രമല്ല, 2 മാസം കഴിഞ്ഞപ്പോൾ അവരുടെ എല്ലാ സ്ഥാപനവും അടച്ചുപൂട്ടി. അവിവ ഇൻഷുറൻസ് കമ്പനി കേരളത്തിലെ ബ്രാഞ്ചുകൾ മുഴുവനും മാസങ്ങളായി അടച്ചുപൂട്ടിയിരിക്കുന്നത് നിലവിലെ ജീവനക്കാരെ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണെന്ന് ഓൾ ഇന്ത്യ സെയിൽസ് റെപ്രസെന്റേറ്റീവ്സ് ആൻഡ് മാർക്കറ്റിംഗ് എംപ്ലോയീസ് ഫെഡറേഷൻ AITUC ഭാരവാഹികൾ പറഞ്ഞു. കേരളത്തിൽ 1/4 നൂറ്റാണ്ടായി പ്രവർത്തിക്കുന്ന കമ്പനിയുടെ ശാഖകളിൽ സെയിൽസ് മാനേജർ, ഏജന്റ് തസ്തികകളിലായി 10 മുതൽ 20 വർഷം വരെ സർവീസ് ഉള്ളവരെ ഒരു മുന്നറിയിപ്പുമില്ലാതെ കമ്പനി വിവിധ സംസ്ഥാനങ്ങളിലേക്ക് സ്ഥലം മാറ്റുകയായിരുന്നു. അനുസരിക്കുക അല്ലെങ്കിൽ പുറത്തു കടക്കുക എന്ന പ്രാകൃതവും ക്രൂരവുമായ നിലപാടാണ് കമ്പനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്നും ഭാരവാഹികൾ ആരോപിച്ചു. കേരളത്തിലെ എല്ലാ ബ്രാഞ്ചുകളും അടച്ചുപൂട്ടിയ കമ്പനി നിലവിലുള്ള കസ്റ്റമേഴ്സിന് സേവനങ്ങൾ നൽകുവാനുള്ള യാതൊരു നടപടികളും ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല. പോളിസി ഉടമകൾക്ക് തങ്ങളുടെ പോളിസികൾ പുതുക്കുവാനുള്ള ഓഫീസ് സംവിധാനം ഇല്ലാത്തതുമൂലം പോളിസി ലാപ്സ് ആവുകയും ഇൻഷുറൻസ് കവറേജ് നഷ്ടമാവുകയും ചെയ്യുകയാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി EC സതീശൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബീന TN, ജോയിന്റ് സെക്രട്ടറിമാരായ വർക്കി ജോച്ചപ്പൻ, സിന്ധു VV, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ പ്രമോദ് VK, അനിൽകുമാർ TH, ജിതേഷ് കുമാർ തുടങ്ങിയവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തപാൽ വകുപ്പിന് മലബാർ ഡെവലപ്മെന്റ് കൗൺസിലിന്റെ അഭിനന്ദനം. യുനെസ്കോ സിറ്റി ഓഫ് ലിറ്ററേച്ചർ പദവി നേടിയ കോഴിക്കോടിന്റെ പേരിൽ പ്രത്യേക തപാൽ കവർ പുറത്തിറക്കിയതിനാണ് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിനെ അഭിനന്ദിച്ചത്. 37ാമത് അഖിലേന്ത്യാ പോസ്റ്റർ സാംസ്കാരിക സമ്മേളനത്തോടനുബന്ധിച്ച് യുനെസ്കോ സിറ്റി ഓഫ് ലിറ്ററേച്ചർ പദവി നേടിയ കോഴിക്കോടിന്റെ പേരിൽ പ്രത്യേക തപാൽ കവർ പ്രകാശനം ചെയ്ത കേന്ദ്ര തപാൽ വകുപ്പിനെ മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ ഭാരവാഹികളും പോസ്റ്റ് ഫോറം അംഗങ്ങളുമായ ഷെവലിയർ C. ചാക്കുണ്ണി, CC മനോജ്, CK മൻസൂർ, MDC സീനിയർ വൈസ് പ്രസിഡന്റ് A. ശിവശങ്കരൻ എന്നിവർ അഭിനന്ദിച്ചു. വിവിധ ഡിസൈനുകളിൽ ഡിസൈൻ ചെയ്ത തപാൽ കവറുകൾ കോഴിക്കോടിന്റെ സാഹിത്യനഗര പദവിക്ക് ഒരു പൊൻതൂവലാണെന്ന് MDC പ്രസിഡന്റും പോസ്റ്റ് ഫോറം സീനിയർ മെമ്പറുമായ ഷെവലിയർ C. ചാക്കുണ്ണി അഭിപ്രായപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jeweler. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. വാർഷിക പദ്ധതി 2024-25 ഉൾപ്പെടുത്തി കോർപ്പറേഷൻ 49ാം ഡിവിഷനിൽ ബിന്നുകൾ വിതരണം ചെയ്തു. വാർഡിലെ അംഗനവാടികൾക്കാണ് ബിന്നുകൾ നൽകിയത്. കൗൺസിലർ കൊല്ലരത്ത് സുരേശൻ ഉദ്ഘാടനം ചെയ്തു. 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മാലിന്യ സംസ്കരണത്തിന് കോർപ്പറേഷൻ 49ാം ഡിവിഷനിലെ അംഗൻവാടികൾക്ക് ബിൻ വിതരണം ചെയ്തു. കൗൺസിലർ കൊല്ലരത്ത് സുരേശൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. എല്ലാ കാലഘട്ടങ്ങളിലും എല്ലാ ഇംഗ്ലീഷ് മീഡിയം പ്ലേ സ്കൂളിലൊക്കെ ആളുകൾ 5000, 10,000 ഒക്കെ കൊടുത്തു പോകുമ്പോൾ നമ്മൾ അംഗനവാടികൾ ഉയർച്ചയിലേക്ക് വരിക. അതൊന്നും കൂടി ഡിജിറ്റൽ അംഗനവാടികളാകുമ്പോൾ നമുക്ക് നമ്മുടെ വാർഡിൽ ഏതെങ്കിലും ഡിജിറ്റലാക്കാൻ വേണ്ടി ചെയർമാരുടെ ഇതിൻ്റെ ലെറ്റർ കൊടുക്കുന്നുണ്ട്. അത് ഏത് അംഗനവാടിയെ നടത്തി വിടുകയെന്ന് പറ്റുന്നില്ല. അവർ വന്ന് നോക്കിയിട്ട് ഏതാ പറ്റുന്ന അതിൽ ഡിജിറ്റലാണ് എനിക്ക് ആക്കി തരാമെന്ന് വാർത്ത വിളിക്കാറ്. അതെ, അതും ഞാൻ പറഞ്ഞിട്ടില്ല. ഈ കൊല്ലത്തിൽ ഉത്തരം ചെയ്തതാണ്. അപ്പോൾ അത് ഏതാണ് എന്നുള്ളത് അംഗനവാടി ടീച്ചർ സുജന അധ്യക്ഷത വഹിച്ചു. അംഗനവാടി അധ്യാപികമാരായ NB ഷൈനി, K. ശ്രീകല എന്നിവരും സംസാരിച്ചു. അഴക് കോഴിക്കോട്, ശുചിത്വ മിഷൻ തുടങ്ങിയ പദ്ധതികളുടെ ഭാഗമായാണ് ബിന്നുകൾ വിതരണം ചെയ്യുന്നത്. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. ശ്രീ പൂളച്ചോട്ടിൽ കരിയാത്തൻകാവിലെ തിറ താലപ്പൊലി ഉത്സവം 2 ദിവസങ്ങളിലായി നടന്നു. വിശേഷാൽ പൂജകളും തിറ, വെള്ളാട്ട് തുടങ്ങിയ ക്ഷേത്ര കലകളും അവതരിപ്പിച്ചു.
പൂളച്ചോട്ടിൽ കരിയാത്തൻകാവിലെ ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി ആദ്യ ദിവസം ദേവനെ ഉണർത്തൽ, സന്ധ്യാവേല എന്നിവ നടന്നു. രണ്ടാം ദിവസം ഗണപതി ഹോമം, കലശമെഴുന്നള്ളിപ്പ്, പ്രസാദ ഊട്ട്, വെള്ളാട്ട്, തായമ്പക എന്നിവയും രാത്രി 12 മണിയോടെ താലപ്പൊലിയും നടന്നു. വിവിധ തിറയാട്ടങ്ങളും അവതരിപ്പിച്ചു. ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികൾ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. KMCT സെന്റർ ഫോർ ഡിജിറ്റൽ ഡെന്റിസ്ട്രി ഉദ്ഘാടനം ചെയ്തു. ഗുരു ഗോബിന്ദ് സിംഗ് ഇന്ദ്രപ്രസ്ഥ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പത്മശ്രീ ഡോക്ടർ മഹേഷ് വർമ്മ ഉദ്ഘാടനം നിർവഹിച്ചു. ദന്തചികിത്സയും വിദ്യാഭ്യാസവും മികച്ച സാങ്കേതിക വിദ്യകളുമായി സമന്വയിപ്പിച്ച് മിതമായ നിരക്കിൽ അത്യാധുനിക സേവനങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ നിർമ്മിച്ച KMCT സെന്റർ ഫോർ ഡിജിറ്റൽ ഡെന്റിസ്ട്രിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. മുഖ്യാതിഥി ഗുരു ഗോബിന്ദ് സിംഗ് ഇന്ദ്രപ്രസ്ഥ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറും പത്മശ്രീ പുരസ്കാര ജേതാവുമായ ഡോക്ടർ മഹേഷ് വർമ്മ KMCT ഡെന്റൽ കോളേജിൽ വെച്ച് നടന്ന ചടങ്ങിൽ സെന്ററിന്റെ ഔദ്യോഗിക ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ദന്തപരിചരണത്തിൽ കൃത്യതയും കാര്യക്ഷമതയും മെച്ചപ്പെടുത്തുന്നതിനൊപ്പം കുറഞ്ഞ ചിലവിൽ ഉയർന്ന നിലവാരമുള്ള ദന്തചികിത്സാ സേവനങ്ങൾ നൽകാനും വിദ്യാർത്ഥികൾക്ക് ഡിജിറ്റൽ ഡെന്റിസ്ട്രിയിലെ നൂതന സാങ്കേതിക വിദ്യകളിലെ സാധ്യതകൾ കൈക്കൊള്ളാനും സഹായകരമാകുന്ന ഇത്തരമൊരു സെന്റർ നിർമ്മിക്കാൻ മുൻകൈയെടുത്ത KMCT ഗ്രൂപ്പിനെ അദ്ദേഹം പ്രത്യേകം പ്രശംസിച്ചു. Reflects your vision, your dedication and your belief that the power of technology, it can make it happen, because many of us, we know the technologies, but we still do not have a belief that it can make it happen, so really I congratulate you, because your belief that yes, if we can make a progress, if we can go ahead, only technology can make it happen. കേരള ആരോഗ്യ സർവകലാശാല കൺട്രോളർ ഓഫ് എക്സാമിനേഷൻസ് ഡോക്ടർ S. അനിൽകുമാർ വിശിഷ്ടാതിഥിയായി. ഇന്ത്യൻ പ്രോസ്റ്റോഡോണ്ടിക് സൊസൈറ്റി കേരള ബ്രാഞ്ച് പ്രസിഡന്റ് ഡോക്ടർ രൂപേഷ് PL ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ചു. KMCT ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയർമാൻ ഡോക്ടർ നവാസ് KM, ഡെന്റൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മനോജ് കുമാർ KP, ഡോക്ടർ ഷീജിത്ത് M, ഡോക്ടർ രഞ്ജിത്ത് M, ഡോക്ടർ സ്വപ്ന C എന്നിവർ പ്രസംഗിച്ചു. KMCT ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡയറക്ടർ ഡോക്ടർ ആയിഷ നസ്രീൻ, മൽസ യൂണിവേഴ്സിറ്റി പീരിയോഡോണ്ടിക്സ് വിഭാഗം മേധാവി ഡോക്ടർ ബെറ്റ്സി തോമസ്, KMCT ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അസിസ്റ്റന്റ് ഡയറക്ടർ സാഹിൽ മൊയ്തു, കോളേജ് അഡ്മിനിസ്ട്രേറ്റർ സുജാത ശർമ്മ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കേരള ബ്ലഡ് പേഷ്യൻസ് പ്രൊട്ടക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജിൽ ലോക അപൂർവ രോഗദിന റാലി നടത്തി. മെഡിക്കൽ കോളേജിൽ അപൂർവ രോഗ ചികിത്സാ കേന്ദ്രം തുടങ്ങുക, അപൂർവ രോഗങ്ങൾ പ്രതിരോധിക്കാൻ നടപടിയെടുക്കുക, അപൂർവ രോഗികളുടെ സമ്പൂർണ്ണ ചികിത്സ സൗജന്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചു. സംസ്ഥാന പ്രസിഡന്റ് കരീം കാരശ്ശേരി ഉദ്ഘാടനം ചെയ്തു. KS പൃഥ്വിരാജ് അധ്യക്ഷത വഹിച്ചു. OTA അസീസ് പൈസി, വൈസ് പ്രസിഡന്റ് MV അബ്ദുൽ അസീസ്, മൊയ്തീൻ പൂവടുക്ക, MK സജ്ന, FS ഹസ്ന എന്നിവർ പ്രസംഗിച്ചു. നിർധന കുടുംബത്തിലെ വീട്ടുടമയ്ക്ക് CSCO അഭയം പദ്ധതി പ്രകാരം വീടിന് തറക്കല്ലിട്ടു. കല്ലായി കട്ടയാട് പ്രദേശത്ത് 3 സെന്റ് ഭൂമിയിൽ 600 സ്ക്വയർ ഫീറ്റ് വീടിന് ഇല്ലിസ്റ്റോ ഗ്രൂപ്പ് MD സഹദ് ബംഗ്ല തറക്കല്ലിട്ടു. CSCO പ്രസിഡന്റ് CBV സിദ്ദീഖ് അധ്യക്ഷത വഹിച്ചു. കൗൺസിലർ സുധാമണി മുഖ്യ പ്രഭാഷണം നടത്തി. ജനറൽ സെക്രട്ടറി MV ഫസൽ റഹ്മാൻ, വൈസ് പ്രസിഡന്റുമാരായ K. നൌഷാദ് അലി, SM സാലിർ, സെക്രട്ടറിമാരായ CPM സയ്യിദ് അഹമ്മദ്, PV മുഹമ്മദ് യൂനുസ്, MSS സംസ്ഥാന ജനറൽ സെക്രട്ടറി എഞ്ചിനീയർ P. മുഹമ്മദ് കോയ, ചെയർമാനും കെൻസ TMT മാനേജിംഗ് ഡയറക്ടർ പാലക്കണ്ടി മൊയ്തീൻ കോയ, അഡ്വക്കേറ്റ് AV അൻവർ, അർഷുൽ അഹമ്മദ്, കൺവീനർ PM മെഹബൂബ് എന്നിവർ സംസാരിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അക്രമികൾക്ക് കടുത്ത ശിക്ഷ ലഭിക്കുന്ന തരത്തിൽ ജുവനൈൽ നിയമം ഭേദഗതി ചെയ്യണമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. ജയിലുകളിൽ തടവുകാരുടെ ബാഹുല്യം മൂലം മനുഷ്യാവകാശ ലംഘനം നടക്കുകയാണെന്ന് RJD സംസ്ഥാന സെക്രട്ടറി K. ലോഹ്യ. പെരുമണ്ണയിൽ റെഡിമെയ്ഡ് കടയിൽ നിന്നും MDMA കണ്ടെടുത്തു. അവിവ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയുടെ തൊഴിലാളി ദ്രോഹ നയങ്ങൾ അവസാനിപ്പിക്കണമെന്ന് തൊഴിലാളി സംഘടന. ഡോക്ടർ N. രാധാകൃഷ്ണന്റെ ഗാന്ധിയൻ വിദ്യാഭ്യാസ ചിന്തകൾ പുസ്തകം പ്രകാശനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.